ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിതാ നമ്മുടെ ചെറിയൊരു ഗാർഡൻ ടൂറാണ് കേട്ടോ. ചെറിയൊരു ഗാർഡനാണ്. ഒരുപാട് കാലത്തൊരാഗ്രഹമാണ് കേട്ടോ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ അടുത്ത് അധികം ഉള്ളത് പൂവില്ലാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഇല പ്ലാന്റ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ബൊഗൈൻവില്ല വാങ്ങിയിട്ടോ. അതിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബൊഗൈൻവില്ല സീസൺ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ. അതൊക്കെ കുറച്ച് പൈസ ഒക്കെ ചിലവായിട്ടുണ്ട്. ഈ കാണുന്നതിനൊക്കെ 100-150 രൂപ അങ്ങനെ കേട്ടോ. ഈ പോട്ടടക്കം ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഓൺലൈനിൽ നിന്ന് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ വീടിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ 100 രൂപയാണ് കണ്ടത്, ഇതിന് 150 രൂപ. പോട്ടടക്കം അതാണ് ലാഭമാണെന്ന് തോന്നി എനിക്ക് കേട്ടോ. നമ്മളിനി ഒരു പ്ലാന്റ്സ് വാങ്ങിയിട്ട് പൂവിട്ട് കാണണമെങ്കിൽ ഇനി ഒരു വർഷം പിടിക്കുമല്ലോ, അടുത്ത സീസൺ ആകുമ്പോഴല്ല. അപ്പം ഞാൻ ആ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. ഇപ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ. ഇനി ഒരു പ്ലാന്റ്സ് വെച്ചിട്ട് അത് പൂവിടണമെങ്കിൽ ഒരുപാട് ടൈം പിടിക്കുമല്ലോ, അങ്ങനെ ഒരു ക്ഷമയില്ല. അങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ പേരെനിക്ക് കിട്ടണില്ല. പിന്നെ ഇതൊക്കെ സാധാരണ ഉള്ള പൂക്കളാണ് തോന്നുന്നുണ്ട് കേട്ടോ. വെറൈറ്റി ആണെന്ന് അറിയില്ല എനിക്കത്. ഞാൻ വേവ് ലാൻഡിൽ വീഡിയോ ഇട്ടിരുന്നല്ലോ, കണ്ടിട്ടുണ്ടാരെങ്കിലും. വേവ് ലാൻഡ് വീഡിയോ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ചെറിയൊരു പ്ലാന്റ്സ് ആയിരുന്നേ. ഇതത് പൂവൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതൊക്കെ പൂവിട്ടതാണ് കേട്ടോ. പൂവ് ഈ മെയ് മാസമൊക്കെ ആയിട്ട് പൂവിട്ടതാണ്. ചെറിയ ചെറിയ പൂവുകളൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു തൈയാണ്. പിന്നെ ഇത് തൈകൾ വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ, അതാണ് കേട്ടോ തൈകളൊക്കെ. ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഡോക്ടർ റാവൺ റെഡ് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് കളർ ഇനി വരുമ്പോൾ അറിയുള്ളൂ ഏതാണെന്നുള്ളതൊക്കെ. ഇത് ഈ ചെടിയുണ്ടോ, ഇതിൻ്റെ അടുത്ത് പോയൊരു ചെടിയാണ്. ഞാൻ പിന്നെ ഇതിനെ തണലത്തൊക്കെ വെച്ച് ഒരുപാട് പരിപാലിച്ചിട്ട് കിട്ടിയതാട്ടോ ഈ ചെടി. ഇതും അതുപോലെ തന്നെ. ഇതിൻ്റെ ഇല ഒന്നും അധികം കൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിലും ഇത് പൂവിട്ടു. ഇപ്പോൾ ആദ്യത്തെ പൂവാണ് എനിക്ക് കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ പൂവാണ്. 2 പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പൂവ് വരുമോയെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ മഴ സീസൺ ആവാനായല്ലോ. അപ്പോൾ ഇതാണ് പ്ലാന്റ്സ്. കുറച്ച് പ്ലാന്റ്സ് ഞാൻ വീടിൻ്റെ താഴെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഔട്ട്ഡോർ പ്ലാന്റ്സ്. എൻ്റെ വീട്ടിൽ ഞാൻ ഈ മണി പ്ലാന്റ് ഒരുപാട് കാട് പിടിച്ച് കിടക്കണ്ടേ. അപ്പോൾ ഞാൻ ആ മണി പ്ലാന്റൊക്കെ ഇതുപോലെ ഇട്ട് സെറ്റാക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. പിന്നെ ഈ പോട്ടുകളുണ്ടോ, ഈ മീഷോന്ന് പോട്ട് വാങ്ങിയുള്ളവർക്കറിയാം. ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള പോട്ട്സാണ് കേട്ടോ. ഇതൊക്കെ വീടിൻ്റെ ചുറ്റുപാടുള്ള ചെടികളൊക്കെ എടുത്തിട്ട് പോട്ടിലാക്കിയിട്ട് വെച്ചതാട്ടോ. ഈ ചെടികളൊക്കെ കണ്ടോ, കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ഇനി റെഡിയാക്കി എടുക്കാണ്ട്. ഈ ചെടികളൊക്കെ ഇനി വേറെ വേറെ പോട്ടിലാക്കിയിട്ട് എടുത്ത് വെക്കണം. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വാങ്ങിയ ബൊഗൈൻ വില്ലാസാണ്. അതിൻ്റെ പേരുകളൊന്നും അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ വാടി വരുന്നുണ്ട്. പിന്നെ കുറേ ആന്തൂറി ഉണ്ട് കേട്ടോ. ഞാൻ 1-2 ആന്തൂറി ഇതുപോലെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊടുന്നതാണ്. പക്ഷേ ഇതുവരെ പൂവിട്ടിട്ടില്ല. അങ്ങനെ ആന്തൂറിയും ഒരുപാട് ചെടി കാട് പിടിച്ച പോലെ കിടന്നപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് എടുത്തിട്ട് വേറെ ഇട്ടിട്ട് ഒന്ന് വേറെ വേറെ പോട്ടിലാക്കിയതാണ് കേട്ടോ. അത് കുറേ ആന്തൂറി ഉണ്ട്. ഒരു 10-13 ആന്തൂറി ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ പൂ വരുമെന്ന് അറിയില്ല. പിന്നെ ഇതൊക്കെ ഒരു റോസ്, അതിലൊന്നും മുട്ടിട്ടുണ്ട്. ഒരു വൈറ്റ് റോസാണ്. പിന്നെ ഇയാളെ കണ്ടങ്ങൾ ആ മാൻഡേവില്ലയാണ് ഞാൻ വാങ്ങിയിട്ടേ. ആ മാൻഡേവില്ല വാങ്ങി 2 ദിവസം കരിഞ്ഞു പോയി. ഞാളെ വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിലാണ്. പിന്നെ ഇവിടെ കണ്ട ഈ ഓർക്കിഡ്, ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് വിടുന്ന കേട്ടോ. പക്ഷേ പല കളറുള്ള ഓർക്കിഡാണ് കേട്ടത്. മടികൊണ്ട് ഒരുമിച്ചുകൊണ്ട് കുഴിച്ചിട്ടതാണ്, നേരമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇതാ മണി പ്ലാന്റ് ആണ്. ഒക്കെ ഒന്ന് വാടി വരുന്നത്. ഇപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. ഇനി പിടിച്ച് കിട്ടണം. ഇതൊക്കെ ഇപ്പോൾ പടുത്ത് വെച്ച ചെടികളാണ് കേട്ടോ. പിന്നെ ഇതാ കാട് പിടിച്ച് കിടക്കുന്ന കുറേ ചെടികളുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ കാട്ടിൽ കുറേ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ചെടികൾ. പിന്നെ ഇവിടെ മുറിയൂട്ടി, നിങ്ങളെ വീട്ടിലുണ്ടോ മുറിയൂട്ടി? ഈ മുറിയൂട്ടി കാട് പിടിച്ച് കിടക്കുക എന്നല്ലാതെ അതിനൊന്ന് റെഡിയാക്കി എടുക്കാൻ പറയുമ്പോൾ അവിടെ കിടന്നോട്ടെ പറയും. കാരണം എപ്പോഴെങ്കിലും ആവശ്യം വരുമല്ലോ വിചാരിച്ചിട്ട് ആ മുറിയൂട്ടിനൊന്നും തൊടാതെ അവിടെ വെച്ചിരിക്കും. ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞ് ഗാർഡന്.